നമസ്കാരം. ഒരു ചലച്ചിത്ര മാധ്യമ പ്രവർത്തന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ സിനിമയും ഓർമ്മകളുടെ ഒരു ഫ്ലാഷ് ബാക്കാണ്. ഓർമ്മകളിൽ ഒരു മഞ്ഞുകാലം എന്ന സിനിമയുടെ പ്രൊമോഷനിനിടയിൽ പരിചയപ്പെട്ട സംവിധായകൻ ആൻ്റണി എബ്രഹാം, അദ്ദേഹം ഇപ്പോൾ വലിയൊരു ലോക റെക്കോർഡിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അത് മാത്രം പോരല്ലോ, ആ സ്വതന്ത്രമാക്കുന്നതിന് പിന്നിൽ ഒരുപാട് റെക്കോർഡ് നേട്ടമുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതായത് 2015 ഓർമ്മകളൊരു മഞ്ഞുകാലം എന്ന സിനിമയുടെ രചനയും സംഗീതവും സംവിധാനം ചെയ്തുകൊണ്ടാണ് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അന്നാണ് നമ്മൾ കാണുന്ന ഒന്നാണ്. അതിനുശേഷം 2000 തമിഴിൽ ഓനാൻ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിരുന്നു. അതിൻ്റെ മ്യൂസിക് ഡയറക്ഷനാണ് ചെയ്തത്. പിന്നെ കുറേ പരസ്യചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ്സ് കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. പണ്ടൊക്കെ ബാലേന്ദ്ര മേനോൻ സാറിനെ കുറിച്ച് പറയും പോലെ കഥ, തിരക്കഥ, സംവിധാനം, സംഭാഷണം, റേഞ്ച് വേറെ. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിൽ കുറച്ചും കൂടെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ്സിലൊന്നും അസിസ്റ്റൻസോ അസോസിയേറ്റ്സോ ഇല്ല. ഒറ്റയ്ക്കാണ്. അതാണ്. ഈവൻ നമുക്കിപ്പം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സോ അസോസിയേറ്റ് ഡയറക്ടേഴ്സോ ഇല്ല. സിനിമ ഒരു 40 ദിവസത്തെ ഷൂട്ടാണ്. അതിൽ തന്നെ ഒരു 10 ദിവസമേ ഫോക്കസ് പോലും ഉള്ളൂ. ചെയ്യുന്നതിന് ഡിഫിക്കൽട്ടി അറിയാമല്ലോ. അപ്പോൾ ക്യാമറ കൂടെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. ക്യാമറ അങ്ങനെ ക്രെഡിറ്റുകൾ എണ്ണി പറയാന്ന് പറഞ്ഞാൽ ഒരു സിനിമയിൽ മേക്കപ്പ് ആൻഡ് മാത്രമേ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉള്ളത്. ബാക്കി എല്ലാവർക്കും, അതായത് കഥ, തിരക്കഥ, സംഭാഷണം, ഗാനങ്ങൾ, പ്രോഗ്രാമിംഗ്, മിക്സിങ്, അതുപോലെ എഡിറ്റിങ്, അങ്ങനെ പ്രൊഡക്ഷൻ സൈഡിലുള്ള എല്ലാ ക്രെഡിറ്റ്സും മൊത്തത്തിൽ നമ്മൾ എണ്ണി വരുമ്പോൾ ഒരു 30 ക്രെഡിറ്റിന്റെ ഉടമയാണ് ഈ മുമ്പിലിരിക്കുന്നത്. മനസ്സിലായില്ലേ? സംവിധായകൻ മാത്രമല്ല, ഫോക്കസ് പുള്ളിങ് മാത്രം ഒരാളെ ഏൽപ്പിച്ചു. ബാക്കി ക്യാമറ പുള്ളിങ് ഒരു 10 ദിവസം 40 ദിവസം ഷൂട്ടിങ്ങിൽ ഒരു 10 ദിവസം ഫോക്കസ് പുള്ളർ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവർക്കും നമ്മുടെ സെൽഫാണ്. അതുപോലെ തന്നെ താങ്ക് യു. അതുപോലെ 50ഓളം പുതുമുഖങ്ങളെ ഒപ്പണ ഓഡീഷനിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്ത്. പിന്നെ മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ 2015 ചെയ്ത സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ ആർട്ടിസ്റ്റ് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും പിന്നെ അടുത്ത റേഞ്ച് ഓഫ് മൂവിയാണ് പിടിക്കുക. ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് തീർച്ചയായിട്ടും അങ്ങനെ നോക്കുക. പക്ഷേ നമ്മളെ സംബന്ധിച്ച് കുറച്ച് പുതുമുഖങ്ങൾ ഒരുപാട് ആൾക്കാർ അവസരങ്ങൾ ചോദിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി അങ്ങനെ തികച്ചും പുതുമുഖങ്ങളെ തന്നെ വെച്ചിട്ടാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ സിനിമാ സംവിധാനം ഒരു വലിയ വെല്ലുവിളിയാണ്. പിന്നെ ഇതെല്ലാം കൂടെ ഏറ്റെടുക്കാൻ എങ്ങനെയാണ് തോന്നിയത്? സത്യത്തിൽ നമ്മൾ പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു ബഡ്ജറ്റൊന്നും ഒരു പ്രൊഡ്യൂസറും ഓഫർ ചെയ്യില്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു മൂവി എന്നുള്ളതാണ്. അതിനുവേണ്ടി ഓരോ ക്രെഡിറ്റ്സ് അങ്ങനെ ചെയ്തു വന്നപ്പോൾ മെല്ലെ കൂടുതൽ ജോലികൾ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതൊരു വേൾഡ് റെക്കോർഡാണെന്ന് മനസ്സിലായി ഡാറ്റ കളക്ട് ചെയ്തപ്പോൾ പിന്നീട് ബാക്കി ജോലികളും കൂടെ കംപ്ലീറ്റ് ചെയ്തത് പൂർത്തിയാക്കി. അതാണ് എൻ്റെ വസ്തുത. ആ റെക്കോർഡിലേക്കുള്ള വഴി എന്ന് പറയാം. അതിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് പടം റിലീസ് ആകുമ്പോൾ റെക്കോർഡിൻ്റെ ഉടമയാണല്ലോ? അതെ. ഇപ്പോൾ 30 ക്രെഡിറ്റ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിലവിൽ ജാക്കി ചാൻ്റെ 2012 ഒരു സോഡിയാക് സൈൻ എന്ന് പറഞ്ഞ ഒരു ചൈനീസ് മൂവിയാണ് നിൽക്കുന്നത്. ജാക്കി ചാനാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനുശേഷം ഒരു വ്യക്തി കൂടെ 2021 ഒരു പ്രഭാത് മിശ്ര എന്ന് പറഞ്ഞ ഡൽഹിയിലുള്ള ഒരു സ്വദേശി ഒരു പടം ചെയ്തിരുന്നു, ഫട്ഫട. പക്ഷേ അതൊരു സ്പൂഫ് സ്റ്റാൻഡ്, ഒരു സിനിമയായിട്ട് കൺസിഡർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അത് അങ്ങനത്തെ ഒരു മൂവിയാണ്. ഒരു കൊമേഴ്ഷ്യൽ തിയേറ്ററിക്കൽ മൂവി എന്നുള്ള രീതിയിൽ ജാക്കി ചാൻ്റെ മൂവിയാണ് നമ്മുടെ മുമ്പിൽ. അതിൽ കാറ്ററിംഗ് വരെ അവർ ക്രെഡിറ്റ് ആയിട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ സിനിമയുടെ ഒരു പ്രൊഫഷണൽ ക്രെഡിറ്റ്സ് മാത്രം ഇട്ടുകൊണ്ട് 30 കാര്യങ്ങൾ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അതാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. തീർച്ചയായിട്ടും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുന്നു മാത്രമല്ല, ഈ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ഈ മനസ്സുണ്ടല്ലോ, ഈ തൻ്റെ ഇടം, ആ തൻ്റെ ഇടം താങ്കളെ വേൾഡ് റെക്കോർഡിന്റെ ഉടമയാക്കും. എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. ഓക്കെ.